Theorem 5.13. Suppose V is a complex vector space and T belongs to L of V, then T has an upper triangular matrix with respect to some basis of V. അപ്പം ടി എന്ന് പറയുന്നൊരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ട്, വി എന്ന് പറയുന്നൊരു കോംപ്ലക്സ് വെക്റ്റർ സ്പേസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടിയുടെ ഒരു മെട്രിക്സ് കണ്ടുപിടിക്കുമ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടുന്ന രീതിയിലൊരു ബേസിസ് വിക്ക് ഉണ്ടായിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. വി വിൽ യൂസ് ഇൻഡക്ഷൻ ഓൺ ദി ഡയമെൻഷൻ ഓഫ് വി. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഡയമെൻഷൻ വിയിൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ്. ക്ലിയർലി ദ ഡിസൈഡ് റിസൾട്ട് ഹോൾഡ്സ് ഇഫ് ഡയമെൻഷൻ വി ഈസ് ഈക്വൽ ടു 1. ഡയമെൻഷൻ വി ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മുടെ ടിയുടെ മെട്രിക്സിനകത്തിൽ ആകെ ഒരൊറ്റ എൻട്രി ഉണ്ട്, ഒരു 1/1 മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. അതായത് മെട്രിക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആകെ ഒരൊറ്റ എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. അത് അപ്പോൾ ഒരു 1/1 മെട്രിക്സ് ആണ്, ഡയഗണൽ മെട്രിക്സ് ആണ്. സോ റിസൾട്ട് ക്ലിയർ ആണ്. ഇപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, സപ്പോസ് നൗ ദാറ്റ് ഡയമെൻഷൻ വി ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ദ ഡിസൈഡ് റിസൾട്ട് ഹോൾഡ്സ് ഫോർ ഓൾ കോംപ്ലക്സ് വെക്റ്റർ സ്പേസസ് ഹൂസ് ഡയമെൻഷൻ ഈസ് ലെസ് ദാൻ ദി ഡയമെൻഷൻ ഓഫ് വി. അപ്പം ഇതിനേക്കാളും വിയുടെ ഡയമെൻഷനേക്കാളും താഴെ ഡയമെൻഷനുള്ള എല്ലാവർക്കും ഇത് ട്രൂ ആണ്. അതേപോലെ ഡയമെൻഷൻ വി ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ലെറ്റ് ലാംഡ ബി എനി ഐഗൻ വാല്യൂ ഓഫ് ടി. 5.10 ഗ്യാരണ്ടീസ് ദാറ്റ് ടി ഹാസ് ആൻ ഐഗൻ വാല്യൂ. അപ്പം അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം ഒരു ഐഗൻ വാല്യൂ ഉണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ 5.10 പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലാംഡ എന്ന് പറയുന്ന ഒരു ഐഗൻ വാല്യൂ എടുത്തിട്ട് യു എന്ന് പറയുന്ന ഡിഫൈൻ ചെയ്യുന്നു. യു ഈസ് ഈക്വൽ ടു റേഞ്ച് ഓഫ് ടി മൈനസ് ലാംഡ ഐ. ഓക്കെ, ബിക്കോസ് ടി മൈനസ് ലാംഡ ഐ ഈസ് നോട്ട് സർജക്റ്റീവ്, ഡയമെൻഷൻ യു ലെസ് ദാൻ ഡയമെൻഷൻ വി. അപ്പോൾ ഈ ടി മൈനസ് ലാംഡ എന്തുകൊണ്ടാണ് സർജക്റ്റീവ് അല്ലാത്തത്? ഈ ലാംഡ എന്ന് പറയുന്ന ഐഗൻ വാല്യൂ ആയതുകൊണ്ട് ടി മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന 1 അല്ല. കാരണം അതിൻ്റെ നൾ സ്പേസിനകത്ത് 0 അല്ലാത്ത വെക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് 1 അല്ല. 1 അല്ലാത്തതുകൊണ്ട് സർജക്റ്റീവും അല്ല 3.21 അനുസരിച്ച്. അപ്പോൾ ഈ റേഞ്ച് എന്ന് പറയുന്ന ഒരിക്കലും ഫുൾ സ്പേസ് കിട്ടത്തില്ല. അപ്പോൾ ഡയമെൻഷൻ വിനേക്കാളും ചെറുതായിട്ടായിരിക്കും ഡയമെൻഷൻ യു നമുക്ക് കിട്ടുന്നത്. ഫർദർമോർ യു ഈസ് ഇൻവേരിയൻ്റ് അണ്ടർ ടി. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ടു പ്രൂവ് ദിസ്, സപ്പോസ് യു ബിലോങ്സ് ടു യു, ദെൻ ടി യു ഈസ് ഈക്വൽ ടു ടി മൈനസ് ലാംഡ ഐ യു പ്ലസ് ലാംഡ യു. ഓക്കെ, അങ്ങനെ എഴുതാമല്ലോ. കാരണം ഇത് മൊത്തത്തിൽ ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ടി യു തന്നെ കിട്ടും. ഒബിയസ്ലി ടി മൈനസ് ലാംഡ യു ബിലോങ്സ് ടു യു. കാരണം എന്താണ്? യു എന്ന് പറയുന്ന റേഞ്ചാണ്. ആരുടെ? ടി മൈനസ് ലാംഡയുടെ റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ടി മൈനസ് ലാംഡ യു എന്ന് പറയുന്നത് ക്യാപിറ്റൽ യുവിനകത്ത് വരും. അതേപോലെ തന്നെ ലാംഡ യു എന്ന് പറയുന്നത് ക്യാപിറ്റൽ യുവിനകത്ത് വരും. കാരണം എന്താണ്? സ്മോൾ യു നമ്മൾ ക്യാപിറ്റൽ യുവിനകത്ത് എടുത്തു. ക്യാപിറ്റൽ യു എന്ന് പറയുന്ന ഒരു സബ് സ്പേസ് ആണ്. അപ്പോൾ റേഞ്ച് ഇസ് എ സബ് സ്പേസ്. ലാംഡ യു എന്ന് പറയുന്നത് എവിടെ വരും? യുവിനകത്ത് വരും. അപ്പോൾ ടി മൈനസ് ലാംഡ യുവും യുവിനകത്ത് വരും. അത് ആഡ് ചെയ്യുമ്പോൾ ഉള്ളത് എവിടെ വരും? യുവിനകത്ത് വരും. ദസ് ദ ഇക്വേഷൻ എബോ ഷോസ് ദാറ്റ് ടി യു ബിലോങ്സ് ടു യു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടി യു ബിലോങ്സ് ടു യു എന്ന് കിട്ടും. ഹെൻസ് യു ഈസ് അപ്പോൾ ടി യു ബിലോങ്സ് ടു യു എന്ന് കിട്ടി. അപ്പോൾ യു ഈസ് ഇൻവേരിയൻ്റ് അണ്ടർ ടി എന്ന് കിട്ടിയില്ലേ, ആസ് ക്ലെയിംഡ്. അപ്പോൾ യു ഈസ് ഇൻവേരിയൻ്റ് അണ്ടർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് ഏതൊരു എലിമെൻ്റ് എടുത്താലും ടി യു എന്ന് പറയുന്ന യുവിനകത്തുണ്ട്. അപ്പോൾ ടീനെ നമ്മൾ യുവിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നു. ടി റെസ്ട്രിക്റ്റഡ് ടു യു എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ഓൺ യു ആണ്. അപ്പോൾ ടി റെസ്ട്രിക്റ്റഡ് ടു യു എന്ന് പറയുന്നത് നമുക്കൊരു ഓപ്പറേറ്റർ ആണെന്ന് മനസ്സിലാവും. ബൈ അവർ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് ദെയർ ഈസ് എ ബേസിസ് u1, um ഓഫ് ക്യാപിറ്റൽ യു. അപ്പോൾ യുവിൻ്റെ ഡയമെൻഷൻ വിൻ്റെ ഡയമെൻഷനേക്കാൾ ചെറുതായതുകൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടുന്നത്. ഒരു ബേസിസ് ഉണ്ട്. ആ ബേസിസ് വെച്ച് നോക്കുമ്പോൾ ടി റെസ്ട്രിക്റ്റഡ് ടു യു എന്ന് പറയുന്ന ഓപ്പറേറ്ററിനൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ടായിരിക്കും. ദസ് ഫോർ ഈച്ച് ജെ വി ഹാവ് യൂസിങ് 5.12 നമുക്ക് 5.12 എന്ത് പറയാം? ടി യു ജെ ഈസ് ഈക്വൽ ടു ടി റെസ്ട്രിക്റ്റഡ് ടു ക്യാപിറ്റൽ യു ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഫ് യു ജെ ബിലോങ്സ് ടു സ്പാൻ. 5.12 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും. ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്നതാണിത്. എക്സ്റ്റെൻഡ് u1, എക്സ്ട്രാ യുഎമ്മിനെ. അപ്പോൾ ഒരു ബേസിസ് യുവിൻ്റെ ഒരു ബേസിസ് ഉണ്ട്. യു എന്ന് പറയുന്നത് വിയുടെ സബ് സ്പേസ് ആണ്. അപ്പോൾ അതിന് യുവിൻ്റെ ഒരു ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണല്ലോ. അതിനെ നമുക്ക് ക്യാപിറ്റൽ വിയുടെ ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. u1, എക്സ്ട്രാ യു എം, v1, എക്സ്ട്രാ vn
ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഫോർ ഈച്ച് കെ വി ഹാവ് ടി വി കെ. ഇനി V1 മുതൽ Vn വരെയുള്ളതിനകത്ത് നിന്ന് ഒരു ടി വി കെ എടുക്കുന്നു. ടി വി കെ സിക്കൽ ടി മൈനസ് ലാംഡ ഐ വി കെ പ്ലസ് ലാംഡ വി കെ. ദ ഡെഫിനിഷൻ ഓഫ് യു ഷോസ് ദാറ്റ് യുവിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ടി മൈനസ് ലാംഡ ഐ വി കെ ബിലോങ്സ് ടു ടി മൈനസ് ലാംഡ ഐ വി കെ എന്ന് പറയുന്ന ടി മൈനസ് ലാംഡയുടെ റേഞ്ച് ആണല്ലോ യു. അപ്പോൾ ടി മൈനസ് ലാംഡ ഐ വി കെ ഉറപ്പായിട്ട് ഇവിടെ ഉണ്ട്, യുവിനകത്തിലുണ്ട്. യു ഇസ് ഈക്വൽ ടു സ്പാൻ ഓഫ് യു എൻ കോമ എക്സെട്ര യു എം. ദസ് ദ ഇക്വേഷൻ. അപ്പോൾ ഈ മേളത്തെ ഇക്വേഷനകത്തുനിന്ന് ടി മൈനസ് ലാംഡ ഐ വി കെ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടെന്ന് കിട്ടി. സ്പാൻ യു എൻ കോമ എക്സെട്ര യു എമ്മിനകത്തുണ്ടെന്ന് കിട്ടി. ഇനി ലാംഡ വി കെ എന്ന് പറയുന്ന സ്പാൻ അല്ല V1 കോമ എക്സെട്ര വി കെയിലുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ടും കൂടെ ചേരുന്നതാണ് ടി വി കെ. അപ്പോൾ ടി വി കെ ബിലോങ്സ് ടു സ്പാൻ U1 കോമ എക്സെട്ര യു എം V1 കോമ എക്സെട്ര വി കെ ഇങ്ങനെ എഴുതാമല്ലോ. ഫ്രം 5.14 ആൻഡ് 5.15 വി കൺക്ലൂഡ് using 5.12 that T has an upper triangular matrix with respect to the bases U1 comma extra U1 comma V1 comma extra Vn. 5.14 5.15 വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ടി വി കെ ബിലോങ്സ് ടു ഇതൊന്നും കിട്ടിയില്ലേ. ടി യു ജെ ബിലോങ്സ് ടു ഈ എവിടെയാണ് സ്പാൻ ഓഫ് U1 കോമ എക്സെട്ര യു ജെ എന്ന് കിട്ടി. അതേപോലെ ടി വി കെ എന്ന് പറയുന്ന സ്പാൻ U1 കോമ എക്സെട്ര യു എം കോമ V1 കോമ എക്സെട്ര വി കെ എന്ന് കിട്ടി. അപ്പോൾ ഈ യുകളുടെ ആ ഒരു സെറ്റും വികളുടെ സെറ്റും ഈ പറഞ്ഞ പോലെ സ്പാനിനകത്തിലുണ്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ 5.12 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ടി ഹാസ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് U1 കോമ എക്സെട്ര യു എം കോമ V1 കോമ എക്സെട്ര വി എൻ. അപ്പോൾ ഈ ബേസിസ് എന്ന് പറയുന്ന അതിനകത്തിൽ വരുന്ന ഓരോന്നും ഈ സ്പാനിനകത്തിലുണ്ടെന്ന് പറയണം. അതിനാണ് നമ്മൾ ഈ 5.14 5.15 പ്രത്യേകം എഴുതിയിരിക്കുന്നത്. യുകളുടെ സെറ്റ് ഉണ്ടെന്നും കാണിക്കണം, വികളുടെ സെറ്റും സ്പാനിനകത്തുണ്ടെന്ന് കാണിക്കണം. ഓക്കെ, അടുത്തത് ഹൗ ഡസ് വൺ ഡിറ്റർമിൻ ഫ്രം ലുക്കിംഗ് അറ്റ് ദ മെട്രിക്സ് ഓഫ് ആൻ ഓപ്പറേറ്റർ വെദർ ദ ഓപ്പറേറ്റർ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് വി ആർ ഫോർച്ചുനേറ്റ് ഇനഫ് ടു ഹാവ് എ ബേസിസ് with respect to which the matrix of the operator is upper triangular, then this problem becomes easy as the following proposition shows. Proposition: suppose T belongs to L of P has an upper triangular matrix with respect to some basis of V, then T is invertible if and only if all the entries on the diagonal of that upper triangular matrix are non-zero. ഇപ്പോൾ T എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ എടുത്തു, അതിന് ഹാസ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു സം ബേസിസ് ഓഫ് വി എന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ ടി ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓൾ ദി എൻട്രീസ് ഓൺ ദി ഡയഗണൽ ഓഫ് ദാറ്റ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് നോൺ സീറോ ആണ്. അപ്പോൾ നമുക്ക് ഇൻവേർട്ടിബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗം ഇതിനകത്ത് നിന്ന് കിട്ടും. ടിക്ക് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ടി ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഇതിൻ്റെ ഡയഗണൽ വരുന്ന എല്ലാം എന്തായിരിക്കണം, നോൺ സീറോ ആയിരിക്കണം എന്നാണ് പ്രൊപ്പോസിഷൻ പറഞ്ഞിരിക്കുന്നത്. പ്രൂവ് സപ്പോസ് V1 കോമ എക്സെട്ര Vn ഈസ് എ ബേസിസ് ഓഫ് ക്യാപിറ്റൽ വി വിത്ത് റെസ്പെക്ട് ടു വിച്ച് ടി ഹാസ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഓക്കെ, എം ഓഫ് ടി കോമ V1 കോമ എക്സെട്ര Vn ഈക്വൽ ടു മെട്രിക്സിന് അതിൻ്റെ ഡയഗണലിൽ ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ എന്ന് എഴുതിയിട്ടുണ്ട്. പിയുടെ ബേസിസ് ഉണ്ട്, വിത്ത് റെസ്പെക്ട് ടു അതിൽ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. വി നീഡ് ടു പ്രൂവ് ദാറ്റ് ടി ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൺ ഓഫ് ദി ലാംഡ കേസ് ഈക്വൽസ് 0. അപ്പോൾ ഈ എന്താ പറയുന്നത്, ഈ ലാംഡകളൊന്നും 0 അല്ല എന്ന് പറയുന്നതും, പിന്നെ ടി ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഈ ഡയഗണലിലുള്ള ഒരു ലാംഡയ്ക്ക് 0 ആകാൻ കഴിയില്ലെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഫസ്റ്റ് വി വിൽ പ്രൂവ് ദാറ്റ് ഇഫ് വൺ ഓഫ് ദി ലാംഡ കേസ് ഈക്വൽ 0 ദെൻ ടി ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലാംഡ ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ ടി ഇൻവേർട്ടിബിൾ അല്ലെന്ന് കാണിക്കാൻ പോകും. ഇഫ് ലാംഡ 1 ഈക്വൽ ടു 0, ലാംഡ 1 0 ആണെങ്കിൽ ടി V1 ഈക്വൽ ടു 0 എന്നല്ലേ അതിൻ്റെ അർത്ഥം. നമ്മൾ അങ്ങനല്ലേ ഈ മെട്രിക്സ് ഫോം ചെയ്യുന്നത്. ടി V1 ഈക്വൽ ടു ഒരു നമ്പർ കിട്ടുന്നു, ലാംഡ 1 ഇൻറ്റു ഒരു V1 എന്ന് കിട്ടുമ്പോഴാണ് നമ്മൾ ആ ലാംഡ 1നെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് എൻട്രി ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലാംഡ 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി V1 ഈക്വൽ ടു 0 അല്ലേ. ആൻഡ് ഹെൻസ് ടി ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ.
TV1 ഈക്വൽ ടു 0 ആണ്. V1 എന്ന് പറയുന്നത് ഐഗൻ വെക്ടറാണ്. അപ്പോൾ V1 എന്ന് പറയുന്നത് ഒരിക്കലും നോൺ സീറോ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിയുടെ നൾ സ്പേസിനകത്തിൽ ഒരു നോൺ സീറോ വെക്ടറായ V1 ഉണ്ട്. V1 എന്ന് പറയുന്നത് ബേസിസ് വെക്ടറും ആണ്, അത് നോൺ സീറോ ആണ്, അങ്ങനെയും പറയാം. അപ്പോൾ നോൺ സീറോ വെക്ടർ നൾ സ്പേസിനകത്ത് വന്നു എന്നാണ് ഈ TV1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എൻ്റെ അർത്ഥം എന്താ? നൾ സ്പേസ് എന്ന് പറയുന്നത് 0 അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ഇൻവെർട്ടിബിൾ അല്ലെന്ന് കിട്ടും. ഇനി സോ സപ്പോസ് ദാറ്റ് 1 ലെസ് ദാൻ k ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആൻഡ് ലാംഡ k ഈക്വൽ ടു 0. ഇനി 1 അല്ല, 2 മുതൽ n വരെയുള്ളതിൽ ഏതെങ്കിലും ഒരു ലാംഡ k 0 എന്ന് കിട്ടും. ദെൻ ആസ് ക്യാൻ ബി സീൻ ഫ്രം 5.70 T maps each of the vectors v1, vk minus 1 into span of v1, vk minus 1. നമുക്ക് 5.17 എന്ത് കിട്ടും? ഏതൊരു TV1 TV2 എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ലാംഡ 1 അല്ല എന്തായാലും ഒരു ഇപ്പോൾ TV1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാംഡ 1 v1 കിട്ടും. TV2 എടുത്തു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു v1 പ്ലസ് ലാംഡ 2 ഇൻറ്റു v2. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിലോങ്സ് ടു സ്പാൻ v1, v2 എന്നല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. T മാപ്സ് ഈച്ച് ഓഫ് ദി വെക്ടേഴ്സ് v1, vk minus 1 എങ്ങോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്? എൻ്റെ സ്പാനിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ലാംഡ k ഈക്വൽ ടു 0 ദ മെട്രിക്സ് റെപ്രസെൻറ്റ്സ് 5.7. The matrix representation 5.17 also implies that tvk belongs to. ഇപ്പോൾ tvk എടുത്തു കഴിഞ്ഞാൽ ലാംഡ k 0 ആയതുകൊണ്ട് നമുക്ക് അത് ബിലോങ്സ് ടു സ്പാൻ ഓഫ് ലാംഡ k vk 0 ആവും. ലാംഡ k vk 0 ആയി പോകുമല്ലോ, ലാംഡ k 0 ആയതുകൊണ്ട്. അപ്പോൾ അതിനെ ബിലോങ്സ് ടു സ്പാൻ ഓഫ് v1, അവസാനം vk എഴുതണ്ട, vk മൈനസ് 1 എന്ന് എഴുതാം. കാരണം ഇതിൻ്റെ ലാംഡ 1 v1 പ്ലസ് അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു v1 പ്ലസ് മറ്റൊരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു v2 പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ k ഇൻറ്റു vk എന്ന് പറയുന്നതിനകത്ത് ലാംഡ k ഇൻറ്റു vk 0 ആയി പോകും. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള vk മൈനസ് 1 വരെയുള്ള വെക്ടേഴ്സ് കൊണ്ട് ഇതിനെ നമുക്ക് സ്പാൻ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാണ്. അപ്പോൾ അത് ബിലോങ്സ് ടു സ്പാൻ v1, vk മൈനസ് 1. ദസ് വി ക്യാൻ ഡിഫൈൻ എ ലീനിയർ മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ക്യാപിറ്റൽ എസ് ഫ്രം സ്പാൻ ഓഫ് v1, vkയിൽ നിന്നും സ്പാൻ ഓഫ് v1, vk മൈനസ് 1ലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. എസ് വി ഈക്വൽ ടു ടി വി ഫോർ വി ബിലോങ്സ് ടു സ്പാൻ v1, vk. ഓക്കെ, ഇൻ അതർ വേർഡ്സ് എസ് ഈസ് ജസ്റ്റ് ടി റെസ്ട്രിക്റ്റഡ് ടു സ്പാൻ v1, vk. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ എന്താ? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി ഫോർ, അതായത് ടീനെ നമ്മൾ സ്പാൻ v1, vkയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തതാണ് എസ്. കാരണം അങ്ങനെയല്ലേ എസ് ബി സി ടി വി ഫോർ വി ബിലോങ്സ് ടു അവിടെ. നോട്ട് ദാറ്റ് സ്പാൻ v1, vk ഹാസ് ഡയമെൻഷൻ k. കാരണം അതിനകത്തിൽ k ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ആണുള്ളത്. ആൻഡ് സ്പാൻ v1, vk മൈനസ് 1 ഹാസ് ഡയമെൻഷൻ k മൈനസ് 1 ബിക്കോസ് അത് എത്രയാണോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ബിക്കോസ് സ്പാൻ v1, vk ഹാസ് ലാർജർ ഡയമെൻഷൻ ദാൻ സ്പാൻ v1, vk മൈനസ് 1 നോ ലീനിയർ മാപ്പ് ഫ്രം. അപ്പോൾ ആദ്യത്തിൻ്റെ ഡയമെൻഷൻ രണ്ടാമത്തേനേക്കാൾ കൂടുതലല്ലേ. ക്യാപിറ്റൽ എസിൻ്റെ ഡൊമെയിൻ്റെ ഡയമെൻഷൻ ഗ്രേറ്റർ ദാൻ കോഡൊമെയിൻ. അതുകൊണ്ട് നോ ലീനിയർ മാപ്പ് ഫ്രം സ്പാൻ ഓഫ് അത് v1, vk to span v1, vk minus 1 is injective. 3.5 Thus there exists a non-zero vector v belongs to span of v1, vk such that sv is equal to 0. അപ്പോൾ ഇത് ഇൻജക്റ്റീവ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ സ്പേസ് 0 അല്ല, ഏതോ ഒരു നോൺ സീറോ വെക്ടർ അതിനകത്തിലുണ്ട്. ആ നോൺ സീറോ വെക്ടറിനെ വി എടുക്കുന്നു, എസ് ബി is equal to 0 ആവുന്ന രീതിയിൽ ഒരു വി ഉണ്ട്. ഹെൻസ് ടി വി is equal to 0 ആണ് ബൈ ഡെഫിനിഷൻ. ദസ് ടി ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ എന്ന് കിട്ടും. ഹാസ് ഡിസൈഡ് ടു പ്രൂവ് ദി അതർ ഡയറക്ഷൻ. ഇപ്പോൾ എന്താണ് ലാംഡ 0 ആണെങ്കിൽ ടി ഇൻവേർട്ടിബിൾ അല്ലെന്ന് കിട്ടി. തിരിച്ച് നൗ സപ്പോസ് ദാറ്റ് ടി ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ അങ്ങനെ എടുക്കുന്നു. ദസ് ടി ഈസ് നോട്ട് ഇൻജക്റ്റീവ് ആണല്ലോ. ആൻഡ് ഹെൻസ് there exists a non-zero vector v belongs to v such that tv is equal to 0. ടി ഇൻവേർട്ടിബിൾ അല്ലെന്ന് എടുക്കുന്നു. ദസ് ടി ഈസ് നോട്ട് ഇൻജക്റ്റീവ് അങ്ങനെ കിട്ടി. ആൻഡ് ഹെൻസ് there exists a non-zero vector
ടി വി സിക്കൽ 0 ആവുന്ന രീതിയിൽ നോൺ സീറോ വെക്ടർ ഉണ്ടാവും. ബിക്കോസ് വി വൺ കോമ എക്സെട്ര വി എൻ ഇസ് എ ബേസിസ് ഓഫ് വി, we can write v is equal to a1 b1 plus etc plus ak vk, where a1 comma etc ak belongs to f and ak not equal to 0, represent v as a linear combination of v1 comma etc vn, and then choose k to be the largest index with a non-zero coefficient. അപ്പോൾ ഇതിനകത്തിൽ വി എന്ന് പറയുന്നൊരു വെക്ടർ എടുത്തു. ടി വി ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടും. ടി വി ഈക്വൽ ടു 0 വരുമ്പോൾ അതിനകത്തിൽ കോൺസ്റ്റൻറ്റുകൾ എല്ലാം ഒന്നും നമുക്ക് നോൺ സീറോ കിട്ടണമെന്നില്ല. നോൺ സീറോ വരുന്ന ഏറ്റവും വലിയ കോൺസ്റ്റൻ്റാണ് എ കെ നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ടി വി എന്താണ് എ കെ എന്ന് പറയുന്നത് നോൺ സീറോ വരുന്ന ഏറ്റവും വലുതാണ്. And then choose k to be the largest index with the coefficient. Represent v as a linear combination of v1 comma etc vn and then choose k to be the largest. Okay. Thus ടി വി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി വി 0 ആണല്ലോ, അപ്പോൾ ടി ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. The last term in the parenthesis is in span of v1 comma etc vk minus. പാരാന്തസിസിലുള്ള ഏറ്റവും അവസാനം പാരാന്തസിൽ എഴുതിയിരിക്കുന്നത് v1 മുതൽ vk minus 1 വരെയുള്ളതിൻ്റെ സ്പാനിനകത്ത് വരും. ബിക്കോസ് ഓഫ് ദി അപ്പർ ട്രയാങ്കുലർ ഫോം ഓഫ് 5.70. Thus the last equation shows that ak into tvk belongs to span of v1 comma etc vk minus 1. അപ്പോൾ നമുക്ക് ഈ എ കെ ഇൻറ്റു ടി വിക്ക് ഒരു സൈഡിലിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് എന്താണ് ഓരോ ടി വി 1 ബിലോങ്സ് ടു സ്പാൻ ഓഫ് വി 1, ടി വി 2 ബിലോങ്സ് ടു സ്പാൻ ഓഫ് വി 1 വി 2, അങ്ങനെ ടി വി കെ മൈനസ് 1 ബിലോങ്സ് ടു സ്പാൻ ഓഫ് വി 1 കോമ എക്സെട്ര വി കെ മൈനസ് 1. അത് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണല്ലോ ആ പരാന്തസിനകത്തുള്ളത്. അപ്പോൾ അത് ബിലോങ്സ് ടു സ്പാൻ ഓഫ് വി 1 കോമ എക്സെട്ര വി കെ മൈനസ് 1 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് മൊത്തത്തിൽ 1/a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ബൈ 1/a വിച്ച് ഈസ് അലൗഡ് ബിക്കോസ് എ കെ നോട്ട് ഈക്വൽ ടു 0 ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി വി കെ എന്ന് പറയുന്നത് ബിലോങ്സ് ടു സ്പാൻ ഓഫ് വി 1 കോമ എക്സെട്ര വി കെ മൈനസ് 1 എന്ന് കിട്ടും. ഒരു 1/a എന്ന് പറയുന്നത് ഈ പരാന്തസിലുള്ളതിൻ്റെ കൂടെ വന്നാലും പ്രശ്നമൊന്നുമില്ല. ദസ് ദെൻ ടി വി കെ ഈസ് റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി ബേസിസ് വി 1 കോമ എക്സെട്ര വി എൻ. അപ്പോൾ ടി വി കെ എന്ന് പറയുന്നതിന് നമ്മൾ ബിലോങ്സ് ടു സ്പാൻ ഓഫ് വി 1 കോമ എക്സെട്ര വി കെ മൈനസ് 1 കിട്ടി. Thus, when tvk is written as a linear combination of the bases v1 comma etc vn, the coefficient of vk will be 0. കാരണം ടി വി കെ എന്ന് പറയുന്നത് സ്പാൻ ഓഫ് വി 1 കോമ എക്സെട്ര വി കെ മൈനസ് 1 വരുന്നുണ്ട്. അപ്പോൾ വി കെ മുതൽ അങ്ങോട്ടുള്ളതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ലാംഡ കെ എന്ന് പറയുന്നതാണല്ലോ വി കെയുടെ കോഎഫിഷ്യൻറ്റ്. ടി വി കെ നമ്മൾ കണ്ടുപിടിക്കുമ്പം ടി വി കെനെ വി 1 മുതൽ വി എൻ വരെയുള്ളതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ വരുന്ന കോൺസ്റ്റൻറ്റുകളെയാണ് നമ്മൾ എടുത്ത് ഈ കേത്ത് കോളത്തിനകത്ത് വെക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ വി കെയുടെ കൂടെ വരുന്ന കോഎഫിഷ്യൻറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാംഡാക്കെയാണ് 0 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ തിയറം മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. 5.60. ഇപ്പോൾ നോട്ട് ഞാൻ തരാം.